നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാരൻ ഹൈവേ 360 വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിങ്ങിനെക്കാട്ടി ഉപരി ഇതൊരു വ്യത്യസ്തമായ മസാല പരിചയപ്പെടുത്തിയാണ്. ഈ മസാലയുടെ പേരാണ് റിഷാദോ മസാല. റിഷാദോ എന്ന് പറഞ്ഞാൽ സ്റ്റഫ്ഡ്. ഇതൊരു പോർച്ചുഗീസ് വേർഡാണ്. ഈ വേർഡിൽ നിന്നാണ് ഈ മസാലയ്ക്ക് ഈ പേര് കിട്ടിയത്. ഇത് ഒരു ഗോവൻ മസാലയാണ്. ഗോവയിൽ ഫെനി എല്ലാം ചേർത്ത് അവർ റെഡിയാക്കി എടുക്കുന്ന ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ മസാല എങ്ങനെ റെഡിയാക്കും എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഗോവൻ റിഷാദോ മസാല തയ്യാറാക്കാനായി സാധാരണ വറ്റൽമുളക് 10 എണ്ണം, അതുപോലെ നല്ല കളറിനായിട്ട് കാശ്മീരി ചില്ലി ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 16 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ കറുകപ്പട്ട ഒരു 4-5 ചെറിയ പീസ്, കുരുമുളക് 40 എണ്ണം, അതുപോലെ തന്നെ ഗ്രാമ്പു അത് ഏകദേശം 10 എണ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു സവാള ഇതുപോലെ തീയിൽ വെച്ച് ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം അതിന് ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടി ചേർക്കുക. ഇനി വിനീഗർ അത് ഏകദേശം ഞാനിവിടെ 75 മില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന മസാലകളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വിനീഗർ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോവൻ ഫെനി ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകദേശം 20 മില്ലി ഗോവൻ ഫെനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ഒത്തിരി ഒന്ന് കൂടുന്നതിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ തന്നെ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ച് പേസ്റ്റാക്കി നമ്മൾ എടുക്കാൻ പോവുകയാണ്. മിക്സിയിൽ നന്നായി അരച്ച് നമ്മുടെ റിഷാദോ മസാല ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടീസ്പൂൺ മസാലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മസാല എല്ലാം ഉള്ളിൽ നന്നായി പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാല റിഷാദോ മസാല എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂർ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഗോവയുടെ പ്രസിദ്ധമായ റിഷാദോ മസാല നമ്മൾ റെഡിയാക്കി എടുത്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല എരിവുണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റിഷാദോ മസാലയിൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ നല്ല എരിയാണ്. കൊള്ളാം കേട്ടോ. നല്ല രുചിയുള്ള എരിയും ഉപ്പും എല്ലാം മിക്സ്ഡ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൊള്ളാം. അപ്പോൾ നമ്മൾ വൈഗർ റിഷാദോ മസാല കഴിച്ചിട്ട് നല്ല എരിവുണ്ട്, ടേസ്റ്റ് കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും കൂടി ഒന്ന് ട്രൈ നോക്കട്ടെ. നമ്പർ 1 സാധനം. നല്ല എരിവുണ്ട് കേട്ടോ. അത് വൈകി പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ ഈ ചിക്കൻ മാത്രം കഴിക്കുമ്പോഴേ ആ എരിവ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ നാൻ്റെ ഒക്കെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ ബെസ്റ്റ് സാധനമായിരിക്കും. മസാലയെല്ലാം നല്ല ആ റോസ്റ്റായി നല്ല ഇത്തിരി ബ്ലാക്കിഷായി വന്നിരിക്കുന്ന ആ പാർട്ടി കഴിക്കുമ്പോഴല്ലേ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതിന് മനസ്സിലാവുന്നത് ഇത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ഇത്തിരി കരിയുന്നതിന് തൊട്ട് മുമ്പ് എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് സംഭവമാണ് ഈ റിഷാദോ മസാല. ഞാനിപ്പോൾ ചിക്കനിലാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇത് ഫിഷിലും ട്രൈ ചെയ്യാം. കൂടുതലും ഗോവയിലെ ആൾക്കാർ ഫിഷിലാണ് ഇത് ട്രൈ ചെയ്യുന്നത്. രണ്ടിനും കൂടെ മികച്ച സംഭവം തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ റിഷാദോ ചിക്കൻ മസാല കഴിച്ചിട്ട് വൈക ഇങ്ങനെ തണുത്ത വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാർ പറയുന്നത് ഭയങ്കര എരിയെന്ന്. എനിക്ക് അത്ര ഭയങ്കര എരിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ മസാല ഒത്തിരി കൂടുതൽ എടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഒത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും എനിക്കത് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കും. വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അത് ട്രൈ നോക്കിയാലേ അതിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ജില്ലക്കാരൻ സൈനിങ് ഓഫ്.